ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും കൂടാതെ 2026 പുതുവർഷത്തിലാണെങ്കിൽ രേവതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളുള്ളവരാണെങ്കിലും ആരെയും ആശ്രയിക്കാതെ തൻ്റെ മനസ്സിലുള്ള നിലനിൽക്കുന്നതായിട്ടുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സദാസമയവും ചിന്തിച്ച് പരിശ്രമിക്കുന്നവരാണ്. പ്രത്യേകിച്ച് വരാൻ പോകുന്നതായിട്ടുള്ള കാലഘട്ടങ്ങളെ മനസ്സിലാക്കിയിട്ട് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് പരിശ്രമിക്കുന്നവരായിട്ടുള്ള ഈ രേവതി നക്ഷത്രക്കാരിൽ ഈ പുതുവർഷത്തിൽ 2026 പുതുവർഷത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടൊരു സമയമാണ്. രേവതി നക്ഷത്രക്കാർക്ക് രാഹു ആണെങ്കിൽ 12ാം ഭാവത്തിലും കേതു 6ാം ഭാവത്തിലും, കൂടാതെ ശനീശ്വരനാണെങ്കിലോ 7.5 ശനിയുടേതായിട്ടുള്ള കാലഘട്ടത്തിൽ ജന്മശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടൊരു സമയമാണ്. എന്നാൽ ജന്മരാശ്യാധിപനും സർവേശ്വരകാരകനുമായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീനശക്തി മൂലം നിലനിൽക്കുന്നതായിട്ടുള്ള വിഷമതകളെ ഒരു പരിധി വരെ തരണം ചെയ്യുവാനും ആശ്വാസം കിട്ടുവാനും കഴിയുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമാണെങ്കിൽ ഈ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഉച്ചരാശിയിൽ ബലവാനായി കൊണ്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ഈശ്വരാനുഗ്രഹത്തോടുകൂടി വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ സന്തോഷവും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ടെങ്കിലും അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആരോഗ്യപരമായിട്ട് തൃപ്തികരമായിട്ടുള്ളൊരവസ്ഥ കാണുന്നതായിട്ടൊരു സമയമാണെങ്കിലും ആരോഗ്യപരിപാലനത്തിൽ, ജീവിത അനുഷ്ഠാനങ്ങളിൽ, ഭക്ഷണ ക്രമീകരണങ്ങളിൽ എല്ലാം ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതാണ്. എന്നാലോ സ്വയം തൊഴിൽ ചെയ്യുന്നവരിൽ, ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ, ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയ സാധ്യത കാണുന്നുണ്ട് ഈ ഒരു 2026 പുതുവർഷത്തിൽ. അതുകൊണ്ട് രേവതി നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാം വളരെ വളരെ നല്ലതാണ്.